ബന്ധങ്ങളിൽ കൂടെയും ദൈവത്തോടുള്ള പ്രത്യേകമായിരിക്കുന്ന ആ സാദൃശ്യ വളർച്ചയിൽ കൂടിയും വ്യക്തിക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്നാമത്, ഈ വ്യക്തി സ്വയം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാത്താനിൽ നിന്ന് പ്രലോഭനങ്ങളിൽ വഴിപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി ദൈവകൃപയിൽ വളരുവാനായിട്ട് ശ്രമിക്കണം. ക്രൈസ്തവ പാരമ്പര്യത്തിൽ മനുഷ്യന്, വ്യക്തിക്ക് അവന്റെ സ്വാതന്ത്ര്യം പ്രധാനമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നിലേക്ക് വരുന്ന ആകർഷണങ്ങളെ വിലയിരുത്തുവാനും വിവേചിച്ചറിയുവാനും ദൈവം അവന് ജ്ഞാനം നൽകിയിരിക്കുന്നു. ആ വിവേചനത്തിൽ അവൻ സാത്താനിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. പരിശുദ്ധനായ പരമലത്തിരുമേനി ഈ വ്യക്തികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്തുകളിലെല്ലാം തന്നെ സാത്താന്റെ പരീക്ഷകളെ കുറിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. 1792 കർക്കിടകം 23 പരിശുദ്ധ പരമലത്തിരുമേനി എഴുതിയൊരു കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മുടെ ശത്രുവായ സാത്താൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. അവൻ നമ്മെ ദുർമോഹം, മദ്യപാനം മുതലായവകളാൽ രസിപ്പിച്ച് ഉറക്കുവാനും അവന്റെ സൈന്യത്തെ കവർച്ചയിൽ സന്തോഷവും ആശയും കൊടുത്ത് ഉണർത്തുവാനും അത്രേ രാവും പകലുമുള്ള അവന്റെ ശ്രമം. നമ്മെ ഉറക്കുവാനും അവന്റെ സൈന്യത്തെ രാവും പകലും ഉണർത്തുവാനും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ ഓടി നടക്കുന്നു. നല്ല കാര്യങ്ങൾ ഏതോ അവിടെ പിണക്കമുണ്ടാക്കണമെന്നാണല്ലോ അവന്റെ അത്യുത്സാഹവും. 1879 ചിങ്ങമാസം 28 ഒരു കൽപ്പനയിലെ വാക്കുകളാണ്. ഒരു സ്വകാര്യ കൽപ്പനയിൽ പരിശുദ്ധ പരമലത്തിരുമേനി ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ഭയപ്പെടണം, പക്ഷേ സാത്താനെ പേടിക്കരുത്. ചുരുക്കം പറഞ്ഞാൽ, വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് ചുറ്റും പ്രലോഭനം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നുള്ള നല്ല ബോധ്യത്തിൽ മുന്നോട്ട് പോകണം. സാത്താനെ പേടിച്ച് പിന്മാറുകയല്ല, സാത്താനെ നേരിട്ട് അവനെ എതിരിട്ട് തോൽപ്പിക്കുവാനുള്ള, അവന്റെ അടുക്കിലേക്ക് ചെന്ന് തോൽപ്പിക്കുവാനുള്ള ഒരു യുദ്ധമുറയുമായിട്ടൊരു ക്രിസ്ത്യാനി, ഒരു വ്യക്തി ജീവിച്ചേ മതിയാവും. ഇത് പരമലത്തിരുമേനിയുടെ മനുഷ്യ ദർശനത്തില് ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. സാത്താനെ അങ്ങോട്ട് ചെന്ന് തോൽപ്പിക്കുന്ന അഭിമന്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പൗരസ്ത്യ പിതാക്കന്മാരുടെ ആധ്യാത്മികതയുടെ രഹസ്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ഇതാണ്: സാത്താനെ അങ്ങോട്ട് ചെന്ന് തോൽപ്പിക്കുവാനായിട്ടുള്ള ആത്മീയ തയ്യാറെടുപ്പ്. പരമലത്തിരുമേനിയുടെ എഴുത്തുകളിൽ ഈ വ്യക്തി എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം ഇതായിട്ട് പറയുന്നു. ഈ സാത്താൻ പ്രത്യക്ഷപ്പെടുന്ന ചില വഴികൾ കണ്ടുകൊണ്ട് മനുഷ്യന് ഉന്നതി പ്രാപിക്കുവാൻ 6 പ്രധാന മാർഗങ്ങൾ വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധനായ പരമലത്തിരുമേനി കാണിച്ചു തരുന്നു. ഒന്നാമത്, മടി അരുത്, അലസത ഉണ്ടാവരുത്. സ്വകാര്യ കൽപ്പനയിൽ പരിശുദ്ധ പരമലത്തിരുമേനി ഇങ്ങനെ പറയുന്നു: വിയർപ്പാൽ അപ്പം ഭക്ഷിച്ചു കൊള്ളണമെന്നാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്. എന്തിനെങ്കിലും കൊള്ളാതിരുന്നാൽ എന്ത് ഫലം? ഉള്ളവനില്ലാത്തവനെ പോലെ വിചാരിച്ച് പരിശ്രമിക്കണം. വേലയെടുക്കാതിരുന്നാൽ പിത്തമുണ്ടാകും. മടിച്ചാൽ പിന്നെ പഠിത്തത്തിന് കയറ്റമുണ്ടാകുകയില്ല. പഠിക്കണം. പഠനത്തിനെതിരായിട്ട് നിന്നെ പ്രലോഭിപ്പിക്കുന്നത് പലതും, പ്രത്യേകിച്ച് പഠിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ നീ തന്നെ വിചാരിക്കണം, ഇങ്ങനെയുള്ള ഒരുത്തനാണ് എന്നെ ഇപ്പോഴ് ഉറക്കുവാൻ, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തോൽപ്പിക്കണം. പരിമലത്തിരുമേനി എന്റെ കൂടെ ഉണ്ട്, പരിമലത്തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ നിൽക്കുവാനായിട്ട് ശ്രമിച്ചാൽ നീ പഠനത്തിൽ മുന്നേറും. രണ്ടാമത്, വിദ്യാഭ്യാസം ചെയ്യണമെന്നുള്ള നിഷ്കർഷ, വിദ്യ പ്രാപിക്കണമെന്നുള്ള വലിയ തീരുമാനത്തിലുള്ള മുന്നോട്ട് പോക്ക് പരമലത്തിരുമേനിയുടെ കാലഘട്ടത്തില് തിരുമേനി എല്ലാവരും ഓർമ്മിപ്പിച്ചിരുന്ന, വ്യക്തികളായിട്ട് ഓർമ്മിപ്പിച്ചിരുന്ന കാര്യമാണ്. പഠിത്തത്തെ കുറിച്ച് തിരുമേനി പറയുകയാണ്: ദൈവികത്വത്തിലും ലൗകികത്തിലും പ്രകാശവും ജീവനുമായിട്ടുള്ളത് പഠിത്തം എന്നല്ലാതെ അത് ശരിയായി വേറൊന്നുമില്ലെന്ന് ഏവരും സമ്മതിക്കുന്നതാകുന്നു.
ഇന്ന് പഠിത്തത്തെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ച ആർക്കൊന്നും മനസ്സിലാക്കും. പഠിത്തം എല്ലാവരും പഠിക്കും. പിള്ളേർക്ക് കല്യാണം ആലോചിച്ചതിന് അവർ പറയും എനിക്ക് പഠിക്കണം. ഉള്ളിൽ വേറെ താല്പര്യമാണെങ്കിലും എനിക്ക് പഠിക്കണം. നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്ന ഒരു ശൈലിയായിട്ട് മാറി. പക്ഷേ തിരുമേനിയുടെ കാലഘട്ടത്തിൽ പഠനം എന്ന് പറയുന്നത് ചുരുക്കം ചില ഗണങ്ങൾക്ക്, ഉന്നത സമൂഹത്തിലെ ഉന്നതർക്ക് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒന്നായിരുന്നു. പരിമല തിരുമേനി യെരുശലേം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തീരുമാനമെടുത്ത് ചെയ്തതായ 1, 2, 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. തിരുവല്ലായിലും കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാൻ തിരുമേനി ശ്രമിച്ചു. തിരുമേനിയുടെ കാലഘട്ടത്തില് ശൈശവ വിവാഹം എന്ന് പറയുന്നത് നടപ്പിലുണ്ടായിരുന്നു. വെല്ലുമിച്ചമാരോട് എന്നാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാല് അവർ പലരും ചിലർ പറയും 10 വയസ്സില്, 12 വയസ്സില്, 11 വയസ്സില് എന്നൊക്കെ പറയും. കാരണം അതായിരുന്നു അന്നത്തെ രീതി. പരിമല തിരുമേനി അന്ന് എഴുതി, നിങ്ങൾക്ക് നിങ്ങളുടെ തിരുമേനി എഴുതുന്നു അപ്പന്മാരോടും അമ്മമാരോടും, നിങ്ങളുടെ പെൺകുട്ടികളോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അവരെ കെട്ടിച്ചയച്ചുകൊണ്ടല്ല, കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ് വേണ്ടത്. അവരെ സ്കൂളിൽ അയക്കണം, വിദ്യാഭ്യാസത്തിന് അയക്കണം എന്ന് തിരുമേനി പറയും. വിദ്യ അഭ്യസിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് വ്യക്തി എന്നും ശ്രമിച്ചേ പറ്റൂ, എന്നും പഠിച്ചേ പറ്റൂ. മൂന്നാമത് പ്രാർത്ഥനാ ജീവിതം. ജനങ്ങളുടെ ഇടയിൽ സത്യം, സന്മാർഗാചരണം, വിശ്വാസം, ഭക്തി, പരസ്പര ബഹുമാനങ്ങളെ വളർത്താൻ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്നത് അത്രേ പ്രാർത്ഥന. ഭക്തവചനം എന്ന് പറഞ്ഞ പ്രസംഗം, പരിമല തിരുമേനിയുടെ ആ ഒരു പ്രസംഗം സ്കൂളിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നതാണ്. അതിനകത്ത് പറയുന്നതാണ്, നിത്യവും ദൈവപ്രാർത്ഥന ചെയ്യുന്നവൻ ഒരിക്കലും അസത്യവാനോ ദുർമാർഗിയോ അവിശ്വാസിയോ ഭക്തിഹീനനോ ജനദ്വേഷിയോ സ്വാമിദ്വേഷിയോ ആയിത്തീരുകയില്ല എന്ന്. അപ്പോൾ ഈ പ്രാർത്ഥനാ ജീവിതവും വിദ്യാഭ്യാസവും ചേർന്നു പോകണമെന്ന് പറയുന്നു. നാലാമതായിട്ട് ദൈവഭയം. ദഹലാ സാലോഹോ എന്ന് പറയുന്ന സുറിയാനി പദം തിരുമേനി പലപ്പോഴും ആവർത്തിച്ച് പറയുന്നതായിരുന്നു. ദൈവഭയം. ദൈവഭയത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, താഴ്മയെ നല്ല ആഭരണമായി ധരിക്കുകയും ചെയ്തു കൊള്ളുക. അഞ്ചാമതായി മിതത്വം. തിരുമേനി പറയാറുണ്ട്, എഴുതിയിട്ടുണ്ട് സ്വകാര്യ കൽപ്പനയിൽ, മിടുക്കനാകണ്ട, ഭോഷനുമാകരുത്, ജയിക്കാൻ മാത്രമല്ല അല്പം തോറ്റു കൊടുക്കാനും പഠിക്കണം. മിതത്വം പാലിക്കുക. അവസാനമായിട്ട് തിരുമേനി വ്യക്തികളായിട്ട് ഉന്നതിയിലേക്ക് വരുവാനായിട്ടുള്ള മാർഗങ്ങളിൽ പറയുന്നത് ഗുരുത്വം എന്ന് പറയുന്നതാണ്. വയോധികരെ സന്തോഷിപ്പിക്കുന്നത് ഒരു വലിയ നിക്ഷേപമാണ്. പിതാക്കന്മാരുടെ ചൊല്ലുവിളിയെ പിന്തുടരുന്നത് ജീവിതത്തിൽ ഉയർച്ച വരുത്തും. മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് വളരുക എന്ന് പറയുന്ന, എന്നാൽ ഈ ലോകത്തിൽ നീ വളരണം, നിനക്ക് അഭ്യുന്നതി ഉണ്ടാകണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ദർശനത്തില്, മനുഷ്യ ദർശനത്തില് ഒരു കാര്യം വളരെ വ്യക്തമാണ്. മനുഷ്യൻ ഈ ലോകത്തോട് വിരക്തമായിട്ട് വിരക്തിയോടുകൂടി ജീവിക്കാനുള്ളതല്ല, ഇവിടെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം, ഇവിടെ ഉയരേണ്ടതുപോലെ ഉയരണം. പക്ഷേ നീ ഇവിടത്തേക്ക് മാത്രമുള്ളവനല്ല, നിത്യജീവന് വേണ്ടിയുള്ളവരാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസം ചെയ്ത് വളരുവാനായിട്ടുള്ള വ്യക്തികളോടുള്ള പ്രത്യേകമായ പ്രബോധനം തിരുമേനിയുടെ എഴുത്തുകളിലൊക്കെ എപ്പോഴും, തിരുമേനിയുടെ ഉപദേശങ്ങളിൽ എപ്പോഴും നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ ആ മനുഷ്യ ദർശനത്തിൽ വ്യക്തികളെ കാണുന്നത് ഉന്നതി പ്രാപിക്കുവാനുള്ളവരാണ്. ഈ ലോകത്തിൽ ഉന്നതി പ്രാപിക്കുവാനുള്ള മാർഗങ്ങൾ മറ്റുള്ളവനെ പിടിച്ചു പറിക്കുകയല്ല, ബഹുമാനിക്കാതിരിക്കുകയല്ല,